നമസ്കാരം. കുവൈറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്നിടത്തുണ്ടായ തീപിടുത്തവും പിന്നീട് സംഭവിച്ച ദുരന്തവുമൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 24ഓളം മലയാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. വളരെ വലിയ ഒരു ആഘാതം തന്നെയാണ് ആ ദുരന്തം സൃഷ്ടിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അങ്ങോട്ട് അയക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്താണ് അപ്പോൾ കേന്ദ്രം സ്വീകരിച്ച നിലപാട്? കേന്ദ്രം അനുമതി നിഷേധിക്കുന്നു, പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കുന്നില്ല. എത്ര ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്, ആലോചിച്ച് നോക്കുക. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഈ ദുരന്ത സമയത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ മലയാളികളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനും ഒക്കെ കൂടുതൽ അത് ഗുണമാവുകയുള്ളൂ. ഈ സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയെ, പ്രത്യേകിച്ച് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ അങ്ങോട്ട് വരികയാണെങ്കിൽ അത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ആകട്ടെ ഇവിടെയും പൊളിറ്റിക്സ് കളിക്കുകയാണ്, ഇവിടെയും അവർ രാഷ്ട്രീയം പയറ്റുകയാണ്, കൊടിയ വിഷയമായി മാറുകയാണെന്ന് പറഞ്ഞാലും ഒരു തെറ്റ് പറയാനില്ല. 9:40 ഇന്നലെ പുറപ്പെടേണ്ട വിമാനത്തിൽ വീണ ജോർജും പോകേണ്ടതായിരുന്നു. 9:30 വരെ ആരോഗ്യവകുപ്പ് മന്ത്രി എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അനുമതിയില്ല എന്ന വാർത്ത പുറത്തു വരുന്നത്. എത്ര ദാരുണമായ സംഭവം എന്നതിനെ പറയാതെ വയ്യ. വളരെ മോശമായ ഒരു ഇടപെടൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മരിച്ചവരിൽ ഭൂരിഭാഗവും മലയാളികളാണെന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ അവിടെ എന്തായാലും സംസ്ഥാനത്ത് നിന്നൊരു പ്രതിനിധി അത്യാവശ്യമാണ്. കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളാണ് മരണപ്പെട്ടത്. അവിടെ വിവിധ ആശുപത്രികളിൽ 3-4 ആശുപത്രികളിലായി അനേകം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളവരുണ്ട്. അവരുടെ കുടുംബങ്ങളൊന്നും അവർക്കൊപ്പം ഇല്ല. അപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത്, മരണങ്ങളുടെ മുൻപിൽ, ദുഃഖത്തിൻ്റെ മുന്നിൽ, കണ്ണീരിൻ്റെ മുന്നിൽ കേരളത്തോട് ഇങ്ങനെയൊരു സമീപനം കേന്ദ്രം സ്വീകരിച്ചത് അത് തെറ്റായൊരു കാര്യമാണ്, അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഒരു കാര്യം പറയാനായിട്ടുണ്ട്. ഇപ്പോൾ അവരുമായിട്ട് നിരന്തരമായിട്ട്, നമ്മുടെ ആളുകളുമായിട്ട് നിരന്തരമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുള്ളൂ. കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഇതാണ്: ഈ 49 പേർ മരിച്ചതിൽ 23 പേരുടെ മലയാളികളായിട്ടുള്ളവരെ ഡിക്ലെയർ ചെയ്തു ഒഫീഷ്യലി. ഒരാൾ കൂടി മലയാളിയാണ് എന്നുള്ളത്, പക്ഷേ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഔദ്യോഗികമായിട്ട് നടത്തിയിട്ടില്ല. അപ്പോൾ ഈ ആശുപത്രികളിൽ ഉള്ളവരെ പോയി കാണുന്നതിനും അവർക്കൊപ്പം നിൽക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് അവിടെ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ ഉള്ള മൃതദേഹങ്ങൾ കൂടാതെ 1-2 മൃതദേഹങ്ങൾ കൂടി ഇനി കൊടുത്തുവിടാനുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നമ്മുടെ ആളുകൾ അവിടെ പ്രയാസപ്പെടുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയേണ്ടതായിട്ടുണ്ടായിരുന്നു കേന്ദ്രത്തിന്. കാരണം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ദൂരെ മറ്റൊരു രാജ്യത്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ വേദനയിൽ ഒരു സർക്കാർ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ, അതിനു വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ പ്രതിനിധിയെ അയക്കാൻ തീരുമാനിച്ചത്. അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഏതായാലും ഒരു കാര്യം ഉണ്ട്, അത് എന്തൊക്കെ വന്നാലും ഈ ആളുകളെ, ഈ കുടുംബങ്ങളെ, ഈ നമ്മുടെ ഈ സഹോദരങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കും. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാൽ ഈ കേന്ദ്രം അനുമതി നിഷേധിക്കുമ്പോൾ ഇവിടുന്ന് ജയിച്ചു പോയ ചില ആളുകളുണ്ടല്ലോ, ചില BJPയുടെ കൊടികുത്തിയ അഭിനയ ഒരു സാമ്രാട്ടുകൾ, സുരേഷ് ഗോപിയൊക്കെ, ആ കേന്ദ്ര സഹമന്ത്രിയോടോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയോടോ ഈ സംസ്ഥാനത്തിൻ്റെ ആവശ്യം പരിഗണിക്കണമെന്നും പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കണമെന്നും വീണ ജോർജിനെ കുവൈറ്റിലേക്ക് വിടണമെന്നും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടോ? സുരേഷ് ഗോപിയുടെ അടുത്ത് എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നില്ല? സുരേഷ് ഗോപിയെ അവർ ഇങ്ങനെ മാധ്യമങ്ങൾ അവരെ ഇങ്ങനെ ലാളിച്ച് കൊഞ്ചിച്ച് കൊണ്ട് നടക്കുകയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിക്കരുത്. ചോദിച്ചാൽ സുരേഷ് ഗോപി പറയുന്ന ഉത്തരം നെഗറ്റീവായി പോയിട്ടുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന PR വർക്ക് പൊളിയില്ലേ. അതുകൊണ്ട് സുരേഷ് ഗോപിയെ നന്മമരമായി വീണ്ടും വീണ്ടും ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ് മാധ്യമങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുരളീധരൻ, മുൻ വിദേശകാര്യ സഹമന്ത്രിയാണ്, എന്താണ് പറഞ്ഞത്? അതായത് അങ്ങോട്ട് വിടേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നാണ് പറഞ്ഞത്. ഒരു മലയാളിയാണെന്ന് ആലോചിക്കണം. എന്ത് വലിയ ദുരന്തമാണെന്ന് പറയാതെ വയ്യ. ഇത്തരത്തിൽ വിഷയങ്ങളിലൊക്കെ ഒരു മന്ത്രിയെ ഇവിടെ നിന്ന് അയക്കണം എന്ന് പറയേണ്ട മലയാളികൾ തന്നെ ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നത് കാണുമ്പോൾ ഏറെ സങ്കടം തോന്നിപ്പോവുകയാണ്. മാത്രമല്ല, ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്തായാലും ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ഏറെ അഭിനന്ദാർഹമാണ്. അദ്ദേഹം പറയുന്നുണ്ട് അത് തെറ്റായിപ്പോയി, കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റായിപ്പോയി എന്ന്
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ സർക്കാരിനൊപ്പം ഒരു പ്രതിപക്ഷം നിൽക്കുന്ന കാഴ്ച കാണുന്നത് വളരെ വളരെ സന്തോഷം തോന്നി. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. അത്തരം പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. ഏതൊക്കെ രീതിയിൽ സർക്കാരിനെ ഒപ്പം കേരളത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി കേന്ദ്രം തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ, എന്തൊക്കെ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ അതിനെയൊക്കെ അതിശക്തമായി എതിർക്കുക. അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും വി ഡി സതീശൻ ഇന്ന് വീണ ജോർജിനെതിരെ ഒരു രീതിയിലുള്ള മോശം പരാമർശം പോലും നടത്തി കണ്ടില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള മന്ത്രി വീണ ജോർജിനെ നിരന്തരം കടന്നാക്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ്, വി ഡി സതീശനെയാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വി ഡി സതീശനെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ കാണാൻ സാധിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ഒരു ബിഗ് സല്യൂട്ട് ഒരിക്കൽ കൂടി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കുവൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി കൊടുക്കാതിരുന്നത്. ഇത്തരം സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ നേരത്തെ പോയി, സംസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടി ഉണ്ടെങ്കിൽ അവിടെയുള്ള മലയാളി സംഘടനകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനകം അവർക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്ത് അവരെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യമായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്. സംസ്ഥാന ആരോഗ്യ മന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പോകാൻ കഴിയാതിരുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു തെറ്റായ ഒരു മെസ്സേജാണ് അത് നൽകുന്നത്. നമുക്ക് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ഈ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ഗവൺമെന്റ് വിടാൻ തീരുമാനിച്ചത്. നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് ഫോണിൽ അവിടെയുള്ള മലയാളി സംഘടനകളായും എംബസിയായിട്ടും അവിടെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഇട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പരിമിതിയുണ്ട്. അവിടെ പോയി നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളെ കൂടി കൂടുതൽ നന്നായി സഹായിക്കാൻ പറ്റുമായിരുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്ത ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയും. സംസ്ഥാന സർക്കാരും എയർപോർട്ട് അതോറിറ്റിയും കൊച്ചിൻ എയർപോർട്ടും എല്ലാം ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അവർക്ക് പോകാനുള്ള കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ ആംബുലൻസിൽ അവരുടെ ബന്ധുക്കളെ കൂടി കയറ്റിവിടാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൂടി ഇവിടെ എല്ലാവരും ചേർന്ന് ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാർ വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സർക്കാർ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഒരു വിമർശനം പോലും അദ്ദേഹം ഉന്നയിക്കുന്നില്ല, വേണ്ടതെല്ലാം ചെയ്തു, അങ്ങോട്ട് പോകാനുള്ള ശ്രമം വരെ നടത്തി. അത് പ്രതിപക്ഷം അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ അവസരത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഒരു വിമർശനം കൂടി ഉയർന്നു വന്നിരുന്നു. അതായത് വിദേശത്തേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി പോകുന്നതിനെ വിമർശിച്ചുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു. വളരെ മോശമായിട്ട് തോന്നി. ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ പോലൊരു വ്യക്തിയൊന്നും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടൊരു പ്രതികരണം രേഖപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇനി വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് പാർലമെന്റിലൊക്കെ ഇത് ഉന്നയിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉന്നയിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ കേരളത്തിനൊപ്പം ഇവിടുന്ന് ജയിച്ചു പോയ എംപിമാർ, സുരേഷ് ഗോപിനെ കൂട്ടണ്ട, സുരേഷ് ഗോപി നിൽക്കില്ല, കേന്ദ്രത്തിനൊപ്പം നിൽക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ബാക്കി 19 എംപിമാരും, ഒരു എംപി എന്തായാലും നമുക്കറിയാം LDF എം പി ആണ്, ബാക്കി UDF എംപിമാരും കൂടെ നിന്ന് ഈ 19 എംപിമാരും കേരളത്തിന് വേണ്ടി വാദിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു ശുഭസൂചനയായിട്ട് കാണുകയാണ്. ഇവിടെ എടുത്തു കാണിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മലയാള മനോരമ എന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കണ്ടപ്പോൾ സത്യത്തിൽ എത്ര കൊടിയ വിഷമാണ് മനോരമ തുപ്പുന്നതെന്ന് തോന്നിപ്പോയി. അതായത് ഈ കുവൈറ്റിലേക്കുള്ള യാത്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഉപേക്ഷിച്ചു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപേക്ഷിച്ചതാണത്ര. കേന്ദ്രം അനുമതി കൊടുക്കാത്തത് കൊണ്ടാണ്, പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ടാണ് എന്ന് പറയേണ്ട ഒരു മലയാള മാധ്യമം, ഏറെ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ എല്ലാ രീതിയിലുള്ള നന്മയും കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മാധ്യമം പറയുകയാണ്, അതായത് ഉപേക്ഷിച്ചതാണത്ര. കേൾക്കുന്നവർ അങ്ങ് തെറ്റിദ്ധരിച്ചോട്ടെ. സർക്കാർ ദുരന്തമുഖത്തും കണ്ടില്ലേ ഈ രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്. പ്രത്യേകിച്ച് ഇതൊന്നും സർക്കാരിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് വായനക്കാർക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ തോന്നുകയാണെങ്കിൽ അതങ്ങ് തോന്നിക്കൊള്ളട്ടെ എന്നോർത്ത് മനോരമ ഒരു കൊടിയ വിഷമായി മാറുന്ന കാഴ്ചയും കണ്ടു. ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം, അതായത് ഈ മരണം സംഭവിച്ച വിവരം മരണമടഞ്ഞ വീടുകളിലെ പലരും അറിഞ്ഞിട്ട് പോലുമില്ല. മാധ്യമങ്ങൾ കോലെടുത്തുകൊണ്ട് പോയി അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയാണ് വീട്ടിൽ അറിഞ്ഞിട്ടില്ല എന്ന്. ആണോ, വീട്ടിൽ അറിഞ്ഞിട്ടില്ലല്ലേ എന്നൊക്കെ റിപ്പോർട്ടർ തിരിച്ച് ഈ പറയുന്നത് പോലെ പ്രതികരണം രേഖപ്പെടുത്തുകയാണ്.
അതായത് പെട്ടെന്ന് അവർ ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ മകൻ മരിച്ചു എന്ന് പിടിയുന്നൊരു അച്ഛനും അമ്മയും കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചു എന്നൊരു ഭാര്യ കേൾക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ ആഘാതമുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് വല്ല അറ്റാക്ക് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വീണ്ടും അവിടെ ഒരു അനിഷ്ട സംഭവം ആ വീട്ടിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മാധ്യമപ്രവർത്തകർക്ക് നന്നായി അറിയാവുന്നതാണ്. പക്ഷേ എന്നാലും ഞങ്ങൾ അത്ര മാന്യതയൊന്നും കാണിക്കില്ല എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു തരുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ നടത്തിയ റിപ്പോർട്ടിങ്ങുകൾ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. എന്താണ് അതിലുടനീളം കാണാൻ സാധിക്കുന്നത്? അതായത് ഈ മരണമടഞ്ഞ ആളുകളുടെ വീട്ടിലേക്ക് കോലും പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഭാര്യയുടെ, അച്ഛൻ്റെ, അമ്മയുടെ, മകളുടെ, ബന്ധുക്കളുടെ മുമ്പിലേക്കൊക്കെ പോവുകയാണ്. എന്നിട്ട് കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. റേറ്റിംഗിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരമാണ്. എന്നിട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? മറക്കാനാകാത്തൊരു നിമിഷം പറയാവോ? അങ്ങനെ തുടങ്ങി പൈങ്കിളി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് പ്രേക്ഷകർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു വികാരമുണ്ട്. ആ വികാരം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതാണ് തെമ്മാടിത്തരം. ഇതിനൊരിക്കലും ജേർണലിസം എന്ന് പറയാൻ പറ്റില്ല, ഇതിനൊരിക്കലും മാധ്യമ പ്രവർത്തനം എന്നും പറയാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണല്ലോ മാതൃഭൂമിയിലെ ക്യാമറമാൻ കാട്ടാന ആക്രമണത്തിൽ മരിക്കുന്നത്. അന്ന് കാട്ടാന ആക്രമണം തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം. അതേസമയം ഈ കാട്ടാന ആരെങ്കിലുമൊക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ആന ചവിട്ടിക്കൊന്നു എന്നായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് ഇത് കാണുന്ന ആൾക്ക് ഈ പറയുന്നത് പോലെ, പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിന് കാണുമ്പോൾ ഒരു വല്ലാത്ത വികാരവും സങ്കടവും ഒക്കെ അവരുടെ ഹൃദയം പൊട്ടണം. രണ്ടാമത്തെ കാര്യം, സർക്കാരിനെതിരെ തിരിയാനുള്ള ഒരു ഉപാധിയായിട്ട് ഇത് മാറണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ബ്രൂട്ടലായിട്ടുള്ള വേർഡ്സ് അത് തന്നെ പറയണം, അങ്ങനെ തന്നെ പറയണം. അതാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, മുകേഷിന്റെ സംസ്കാര ചടങ്ങിലൊന്നും ഇതുപോലെ കോലെടുത്തുകൊണ്ട് പോയി അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെ മുമ്പിൽ പോയി ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊന്നും ചോദിച്ചൊന്നും ആരും കണ്ടില്ലല്ലോ. എന്തുകൊണ്ട് അന്ന് അത് നടന്നില്ല? എന്തുകൊണ്ട് അന്ന് അവരത് ചെയ്തില്ല? അപ്പോൾ അവർക്കറിയാം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന്. സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വളരെ മാന്യരാണ്. പക്ഷേ മറിച്ച് വേറെ ആർക്കെങ്കിലുമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ അത് റേറ്റിംഗ് കൂട്ടുന്നതിനുള്ള വെറും ഉപാധി മാത്രമാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ജേർണലിസം എന്ന പറഞ്ഞ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസം നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് അവസാനിപ്പിക്കേണ്ടതാണ് പറഞ്ഞു വെക്കുകയാണ്. ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങളിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നത് നമ്മുടെ കേരളത്തിനൊപ്പം നിൽക്കുന്നവർ ആരൊക്കെയാണ് എന്ന്. നമുക്കറിയാമല്ലോ, ഇന്നലെ BJP അധ്യക്ഷൻ നടത്തിയ പ്രസ്താവന എത്ര മോശമായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്നിപ്പോൾ വിദേശകാര്യ മുൻ സഹമന്ത്രി നടത്തിയ പ്രസ്താവന, രമേശ് ചെന്നിത്തല നടത്തിയ പ്രസ്താവന, അതുപോലെ തന്നെ മനോരമയുടെ പ്രസ്താവന, മറ്റുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവരിൽ നിന്നൊക്കെ ഇനി ഇത് പ്രതീക്ഷിച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വേറെ ഒന്നും തന്നെ വാക്കുകൾ കൊണ്ട് പോലും നമുക്ക് അവരെ ഒന്ന് സമാധാനിപ്പിക്കാനോ ഒന്നും കഴിയില്ല. കാരണം ചേതനയറ്റ അവരെ ശരീരം ആ വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക? അതുകൊണ്ട് കൂടുതൽ അവരെ സങ്കടപ്പെടുത്താതിരിക്കുക, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാധ്യമങ്ങളൊക്കെ രാത്രിയും വൈകുന്നേരവും ഒക്കെ അന്തിച്ചർച്ച നടത്തി ഈ ഒരു വിഷയത്തെ പിടിച്ചുകൊണ്ട് ഒരു അന്തിച്ചർച്ച നടത്തി ദയവ് ചെയ്ത് ആ കുടുംബങ്ങളുടെ വേദന, സങ്കടം ഇനിയും കൂട്ടരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളെ അങ്ങോട്ട് അയക്കരുത്. ഒരു റിക്വസ്റ്റായി മാത്രം ഇത് സ്വീകരിക്കുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.